Good morning. Today going to talk about procedure for preventive maintenance. Operations management 12th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് procedures for preventive maintenance. First one, maintaining machine records. To carry out preventive maintenance effectively, all the details of the machine should kept in records. Records ആയിട്ട് keep ചെയ്യുക. Type of equipment and description, name of the manufacturer, cost of date purchase, cost date planned repairs, breakdown if any and their dates and reasons, list of spare parts and their code numbers. അതായത് നമ്മൾ ആ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ളതും അത് ആരാണ് മാനുഫാക്ചർ ചെയ്തത്, എന്നാണ് പർച്ചേസ് ചെയ്തത്, റിപ്പയേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത്തെ, preparing inspection checklist. Here the components of inspected on regular intervals are listed. What are to be inspected daily, weekly, monthly are listed. Material handling equipments ഒക്കെ ഡെയിലി റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. പ്രോസസ് എക്യുപ്മെൻറ്റ്സ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. വാട്ടർ, എയർ ആൻഡ് ഫ്യൂവൽ ലൈൻസ്, കീ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീൻസ്. ഇനി ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? സിവിയറിറ്റി ഓഫ് വർക്ക് ക്യാരിഡ് ഔട്ട് ദ മെഷീൻ. 1 ഷിഫ്റ്റിൽ മാത്രമാണ്, 2 ഷിഫ്റ്റ് അല്ലെങ്കിൽ 24 hours, അതിന് ബേസ് ചെയ്തിട്ടാണ്. ഏജ്, കണ്ടീഷൻ ആൻഡ് വാല്യൂ ഓഫ് എക്യുപ്മെൻറ്റ്സ്, അത് പഴക്കമുള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് ഏജ് അനുസരിച്ച്, കണ്ടീഷൻ അനുസരിച്ച്, വാല്യൂ അനുസരിച്ച്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എൻവയോൺമെൻറ്റ്, നമുക്ക് സേഫ്റ്റിക്ക് ഹാംഫുൾ ആവും, സ്റ്റാഫിനൊക്കെ സഡസ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതായിട്ട്. എമൗണ്ട് ഓഫ് എക്സ്പോഷർ, ഡേർട്ട്, ഫ്യൂംസ്, ഫ്രിക്ഷൻ, ഫാറ്റിഗ്, സ്ട്രെസ്, കോഷൻ, അവയേഴ്സ്, അത് അങ്ങനെയുള്ള ഉണ്ടാവുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആ പ്രൊഡക്റ്റിന് കൊടുത്തിരിക്കണം. Inspection as per checklist and corrective action. Inspection corrective action can be done follows. Routine keep adjustment of guide plate, lubrication and cleaning. Routine ആയിട്ട് lubricate ചെയ്യുക, ക്ലീൻ ചെയ്യുക. പീരിയോഡിക് ഇൻസ്പെക്ഷൻ, വിഷ്വൽ ഇൻസ്പെക്ഷൻ, ഓവർഹോൾസ്, ഷെഡ്യൂൾഡ് റീപ്ലേസ്മെൻറ്റ്. ഓവർഹോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ്. ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതിലത്തെ ഏതൊക്കെ പാർട്സുകൾ ഡാമേജ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും, അത് റീപ്ലേസ് ചെയ്യാൻ വേണം. ഇനി നമുക്ക് ദ പാർട്സ് റീപ്ലേസ് ബിഫോർ ദ എൻഡ് ഓഫ് ദെയർ ലൈഫ്. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ പറ്റും, ഓവർ ടൈം കുറയ്ക്കാൻ പറ്റും, സേഫ്റ്റിയാണ് വർക്കേഴ്സിന്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എക്യുപ്മെൻ്റ് ആവശ്യമുള്ളതൊക്കെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻക്രീസ്ഡ് എക്യുപ്മെൻറ്റ് ലൈഫ്, ഇൻക്രീസ് വർക്കേഴ്സ് മൊറൈൽ, ബെറ്റർ ക്വാളിറ്റി, ലെസ് മെറ്റീരിയൽ വേസ്റ്റേജ്. ഇനി നെക്സ്റ്റ് ബ്രേക്ക് ഡൗണും ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസും പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും തമ്മിലുള്ള ഡിഫറൻസാണ്. ഫസ്റ്റ് വൺ, ഫെയിൽസ് ഫങ്ഷൻ. അതായത് മെയിൻ്റനൻസിൽ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൽ ചെയ്യുന്നത് ആഫ്റ്റർ മെഷീൻ ഫെയിൽസ് ഡൗൺ ടു ഫങ്ഷൻ ചെയ്യാതെ ആകുമ്പോഴാണ് റിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഡൺ ബിഫോർ ദ മെഷീൻ ഫെയിൽ ആവണേക്കാളും മുന്നേ റിപ്പയർ ചെയ്യണം. മെയിൻ്റനൻസ് ഡൺ ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ, അവിടെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അതിനേക്കാളും മുന്നേ. ടൈം ബ്രേക്ക് ഡൗൺ ഈസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് മെയിൻ്റനൻസ് കനോട്ട് ബി പ്ലാൻഡ്. ബ്രേക്ക് ഡൗൺ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡാണ്, വെൽ അഡ്വാൻസ്ഡ് മാനറാണ്. നോ സ്യൂട്ടബിൾ ഫോർ ക്രിട്ടിക്കൽ മെഷീനറീസ്, ക്രെയിന്, ഹോയിസ്റ്റ്, ട്രക്ക്, ബൗലേഴ്സ്, ഫർണസ്, വാൽവ്സ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് പറ്റില്ല. അത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ് ചെയ്യേണ്ടത്. സ്യൂട്ടബിൾ ഫോർ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറീസ്, അത് നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോസ്റ്റ് ഡ്യൂ ടു ഡൗൺ ടൈം ഈസ് മോർ, അതിന് ചിലവാകുന്ന പൈസ കൂടുതലാണ്. മറ്റേത് നോ ഡൗൺ ടൈം, അവിടെ നമുക്ക് പെട്ടെന്നൊന്നും പൈസ ചിലവാക്കേണ്ടി വരില്ല പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എടുക്കുന്നതുകൊണ്ട്. പ്രൊഡക്ഷൻ ലോസ് ടേക്ക് പ്ലേസ്, പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകുന്നു, ഇവിടെ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവില്ല. ദ ഡ്യൂറബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ഡിക്രീസസ് ഡ്യൂ ടു പുവർ മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഡ്യൂറബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഇൻക്രീസസ്, അവരുടെ എഫിഷ്യൻസി കൂടും, ഡിക്രീസസ് ദ പ്ലാന്റ് മെയിൻ്റനൻസ്. പിന്നെ ഇറ്റ് എഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറീസ്, ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് കനോട്ട് ബി പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഇഫക്റ്റീവ്ലി. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആർ പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഓക്കെ.